നിങ്ങളുടെ മുഴുവൻ ശക്തിയും നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യങ്ങളിൽ നിങ്ങൾ ചെലവഴിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന കാര്യങ്ങളില്ലേ, അതിനുമേ എന്ത് ശക്തിയാണ് ബാക്കിയിട്ടാവുക? ഒരു ബിസിനസ്സുകാരന് ഒരു പ്രൊപ്പോസൽ അയച്ചു, പിന്നെ അതിനുശേഷം ഓരോ മണിക്കൂറും ആൾ വാട്സപ്പിൽ നോക്കിക്കൊണ്ടിരിക്കുക. റിപ്ലൈ വന്നോ, ബ്ലൂടിക്കോ ആയോ, കസ്റ്റമർ ഇപ്പോൾ എന്തായിരിക്കും ചിന്തിക്കുന്നത്, അയാൾക്ക് പ്രൈസ് കൂടുതലാണെന്ന് തോന്നിയോ, അതല്ല എന്താ കോമ്പറ്റീറ്റർ അയാളെ സമീപിച്ചോ? ആക്ച്വലി പ്രൊപ്പോസൽ അയക്കാൻ വേണ്ടിയിരുന്നത് 20 മിനിറ്റ് അല്ലേ, പക്ഷേ ഇതിന് റിസൾട്ടിനെ കുറിച്ചുള്ള ഉദ്ഘാടന 2 ദിവസം. ഇവിടെയാണ് ഇന്ത്യൻ ജ്ഞാന പാരമ്പര്യത്തിൽ വളരെ ശക്തമായ ഒരു ആശയം നമുക്ക് പ്രയോഗിക്കാൻ സാധിക്കുന്നത്. ഇതിന്റെ പേരാണ് കർമ്മ. കർമ്മയെക്കുറിച്ചിട്ട് നിരവധി ദാർശനികവും മതപരവുമായിട്ടുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. പക്ഷെ ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലയിലും പീക്ക് പെർഫോമൻസിന്റെ കണ്ണിലൂടെ അതിൻ്റെ ഒരു ഭാഗം മാത്രം നമുക്ക് എടുത്തിട്ട് നോക്കാം. അതായത് പ്രവൃത്തിയും ഫലവും രണ്ടാണ്. റൈറ്റ്, നിങ്ങളുടെ പ്രവൃത്തിയുടെ ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് വലിയ സ്വാധീനം ചെലുത്താം, പക്ഷേ അതിൻ്റെ അന്തിമ ഫലം അത് എപ്പോഴും നിങ്ങളുടെ നിയന്ത്രണത്തിൽ മാത്രമുള്ളതല്ല. ഇത് മനസ്സിലാക്കാൻ ഒരു ചെറിയ ടെക്നിക്ക്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പ്രശ്നമുണ്ടെന്ന് കരുതുക. ആ പ്രശ്നത്തിന് നിങ്ങളൊന്ന് മനസ്സിൽ കൊണ്ടുവരാം. ആ പ്രശ്നത്തിൽ ഇതിൽ എൻ്റെ ജോലി എന്താണ്, അത് എനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം എന്താണ്, പിന്നെ ഇതിൽ എൻ്റെ നിയന്ത്രണത്തിന് പുറത്തുള്ള കാര്യങ്ങൾ എന്താണ്. ഓക്കെ, എനിക്കിതിൽ നിയന്ത്രണമുള്ള കാര്യം എന്താണ്, നിയന്ത്രണമില്ലാത്ത കാര്യം എന്താണ്, ഇത്ര മാത്രം. ഈ 2 ചോദ്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. എന്താണെന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ്റെ മെൻ്റൽ എനർജിൻ്റെ മെൻ്റൽ പവർ തന്നെ മാറ്റും. അതായത് ഇപ്പോൾ ഒരു സെയിൽസ് പേഴ്സൺ നമ്മൾ നോക്കുക, അയാൾക്ക് കസ്റ്റമറിനെ കൊണ്ട് യെസ് പറയിപ്പിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഇല്ല അല്ലേ. പക്ഷേ നമുക്ക് കസ്റ്റമറിനെ പഠിപ്പിക്കാം. അതുപോലെ നമ്മുടെ പ്രിപ്പറേഷൻ, നമ്മുടെ തയ്യാറെടുപ്പ് മെച്ചപ്പെടുത്താം. എന്നിട്ട് നമുക്ക് ശരിയായ ചോദ്യങ്ങൾ ചോദിക്കാം, പ്രൊഡക്റ്റിനെ നമുക്ക് വ്യക്തമായിട്ട് അവതരിപ്പിക്കാം, ഫോളോ അപ്പ് ചെയ്യാം. പക്ഷേ കസ്റ്റമറിന്റെ ബഡ്ജറ്റ്, അയാളുടെ കയ്യിൽ പൈസ ഇല്ല. അതേപോലെ അയാളുടെ ഇന്റേണൽ പൊളിറ്റിക്സ്, മാത്രമല്ല നമ്മുടെ കോമ്പറ്റീറ്റർ അവർക്ക് നൽകിയിട്ടുള്ള ഓഫർ, മാർക്കറ്റിന്റെ കണ്ടീഷൻ, ഇതെല്ലാം വെച്ചുള്ള അവരുടെ അന്തിമ തീരുമാനം, ഇവയെല്ലാം സെയിൽസ് പേഴ്സന്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ അല്ല. ഇവിടെ പ്രശ്നം എന്താന്ന് വെച്ചാൽ പലരും അവരുടെ ഏറ്റവും മികച്ച എനർജി നില, നമുക്ക് എനർജി ഒരുപാടൊന്നുമില്ല, ഈ മികച്ച എനർജി ചിലവാക്കാൻ 2ാമത്തെ പട്ടികയിലാണ്. അതായത് ഇനിയൊരു പ്രൊഫഷണൽ ഇന്റർവ്യൂവിന് പോകണം. ഓക്കെ, അയാൾക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രിപ്പറേഷൻ, തയ്യാറെടുപ്പ്, പിന്നെ നമ്മുടെ അപ്പിയറൻസ് ഒക്കെ നന്നാക്കാം, നോളജ് കൂട്ടാം, കമ്മ്യൂണിക്കേഷനൊക്കെ ബ്യൂട്ടിഫുൾ ആക്കാം. അതിൻ്റെ തലേന്ന് നല്ല സുഖമായിട്ട് കുറഞ്ഞ് നല്ല പങ്ക്ച്വലായിട്ട് കറക്റ്റ് ടൈമിനടിച്ച് അവിടെ പ്രസൻറ്റഡ് ആവാം. പക്ഷേ ഇന്റർവ്യൂ പാനൽ അയാളെ തിരഞ്ഞെടുക്കുമോ, അത് പൂർണ്ണമായി അയാളുടെ കയ്യിലല്ല. എന്നിട്ട് ഇന്റർവ്യൂവിന് മുമ്പുള്ള രാത്രി അയാൾ എന്താ ചിന്തിക്കണം അറിയാം, എനിക്ക് ഈ ജോലി കിട്ടുമോ. ഇതാണ് മെന്റൽ ലീക്ക്. ഇവിടെയാണ് മോഡേൺ സൈക്കോളജിയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ആശയം എനിക്ക് ഓർമ്മ വരുന്നത്, ലോക്കസ് ഓഫ് കൺട്രോൾ. ഇത് നമുക്ക് ലളിതമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഫലങ്ങൾ എത്രത്തോളം നമ്മുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടതാണ്, അതുപോലെ എത്രത്തോളം പുറത്തുള്ള ഘടകങ്ങളുമായി ബന്ധപ്പെട്ടതാണ് എന്ന് നമ്മൾ കാണുന്ന രീതിയുമായി ബന്ധപ്പെട്ട ഒരു സൈക്കോളജിക്കൽ കൺസെപ്റ്റാണ്. പക്ഷേ അതിനെ എല്ലാം എൻ്റെ നിയന്ത്രണത്തിലാണെന്ന രീതിയിൽ തെറ്റിദ്ധരിക്കരുത്. അത് ശരിയല്ല, അത് യഥാർത്ഥമല്ല. ഒരു യൂസ്ഫുൾ കൺസെപ്റ്റാണ് കൺട്രോളബിലിറ്റി. ഒരു സാഹചര്യത്തിന്റെ ഏത് ഭാഗത്തിലാണ് യഥാർത്ഥത്തിൽ നമുക്ക് സ്വാധീനം ചെലുത്താൻ കഴിയുന്നത് എന്ന് തിരിച്ചറിയാം. ഇവിടെയാണ് പീക്ക് പെർഫോമൻസിന്റെ ഒരു വലിയ തന്ത്രമുള്ളത്. ഔട്ട്കം ഒബ്സഷനെ കുറിച്ച്, അതായത് പ്രോസസ് പ്രിസിഷൻ കൂട്ടുക. അതായത് ഒരു അത്ലറ്റിന് മെഡൽ നിയന്ത്രിക്കാൻ കഴിയില്ല, പക്ഷേ ഇന്നത്തെ ട്രെയിനിങ് നിയന്ത്രിക്കാം അല്ലേ. ഒരു കണ്ടന്റ് ക്രിയേറ്ററിന് വീഡിയോ വൈറൽ ആകുമോ എന്ന് നിയന്ത്രിക്കാൻ കഴിയില്ല, പക്ഷേ എന്തിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് അതിനെക്കുറിച്ച് നല്ല റിസർച്ച് ചെയ്യാം അല്ലേ, നമ്മുടെ സ്ക്രിപ്റ്റ് തയ്യാറാക്കാം, അതിൻ്റെ ഡെലിവറി നന്നാക്കാം, എന്നിട്ട് നിരന്തരമായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ബ്ലോഗ് പോസ്റ്റ് ഇടാം, ഇതൊക്കെ മെച്ചപ്പെടുത്താം. അതുപോലെ ഒരു എൻ്റർപ്രണറിന് എക്കോണമി നിയന്ത്രിക്കാൻ കഴിയില്ല, എക്കോണമി നിയന്ത്രിക്കാൻ എൻ്റർപ്രണർ കഴിയില്ല, പക്ഷേ തൻ്റെ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് എന്തെന്നായിരിക്കും നിശ്ചയിക്കാം, കസ്റ്റമർ അടുത്ത് വരുമ്പോൾ കസ്റ്റമർ കിട്ടുന്ന എക്സ്പീരിയൻസ് എന്താണെന്ന് നിശ്ചയിക്കാം, ടീമിൻ്റെ ക്വാളിറ്റി നിശ്ചയിക്കാം, തീരുമാനം എടുക്കേണ്ട സ്പീഡ്, അതുപോലെ മാറ്റങ്ങൾ വരുമ്പോൾ അതിനെ അഡാപ്റ്റ് ചെയ്യുന്നതിൻ്റെ വേഗത, ഇതിലൊക്കെ അയാൾക്ക് പ്രവർത്തിക്കാം. അപ്പോൾ ഒരു ശക്തമായ ചോദ്യം വരുന്നുണ്ട്, നിങ്ങളുടെ ലക്ഷ്യം കുറച്ച് വലുതായിക്കട്ടെ, 1 കോടി വേണ്ട, 1 ബില്യൺ, അല്ലെങ്കിൽ വേണ്ട ഒരു ഗ്ലോബൽ കമ്പനി, അല്ലെങ്കിൽ ഒരു വലിയ തൊഴിലിൽ ഒരു മികച്ച സ്ഥാനം, എന്തോ ആവട്ടെ. പക്ഷേ രാവിലെ എഴുന്നേറ്റപ്പോൾ നിങ്ങളുടെ നെർവസ് സിസ്റ്റത്തിനോട് നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ പറ്റുമോ, ഒരു ബില്യൺ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നെർവസ് സിസ്റ്റം എന്ത് ചെയ്യും? ഒന്നും ചെയ്യില്ല. അതിനുള്ള ആക്ഷൻ എന്ന് പറയുന്നത്. അതായത്
ഇതിൻ്റെ നമ്മളിപ്പോൾ പറഞ്ഞത് ഈ ഔട്ട്കമ്മിനെ കുറിച്ചാണ്. അതായത് എന്താണ് എൻ്റെ റിസൾട്ട്, എന്താണ് അതിന് പകരം ഇങ്ങനെ ചോദിക്കാം, ഇന്ന് എൻ്റെ നിയന്ത്രണത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രവൃത്തി എന്താണ്? അവിടെയാണ് ഈ കർമ്മം ഫിലോസഫിയിൽ നിന്ന് അത് ഒരു തത്വത്തിൽ നിന്ന് പെർഫോമൻസ് ടൂളായിട്ട് മാറുന്നത്. ഇവിടെ വലിയൊരു പ്രശ്നമുണ്ട്. ഈ ഔട്ട്കമ്മിൻ്റെ റിസൾട്ട് നമ്മളുടെ ഐഡൻറ്റിറ്റി വ്യക്തിത്വത്തിന് ചേർന്ന് കഴിഞ്ഞാൽ ആ പെർഫോമൻസ് അങ്ങോട്ട് മാറും. അതായത് ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡീല് കിട്ടിയാൽ ഞാൻ വിജയിച്ചവൻ, ഓക്കെ, ഡീല് പോയാൽ നമ്മൾ ഐഡൻറ്റിറ്റി ആക്കി മാറ്റണം ഞാൻ പരാജയപ്പെട്ടവൻ. വീഡിയോ വൈറലായാൽ ഞാൻ പവർഫുൾ. അതിൻ്റെ വ്യൂസ് കുറഞ്ഞാൽ എനിക്ക് വാല്യൂ ഇല്ല. ഇപ്പോൾ നമ്മൾ ആ റിസൾട്ട് എന്ന് പറഞ്ഞല്ലോ, അത് വെറും റിസൾട്ട് അല്ല, അത് നമ്മുടെ മൂല്യത്തിൻ്റെ സെൽഫ് വർത്തിൻ്റെ ഒരു അളവുകോലായിട്ട് മാറും. അത് ഞാൻ ആരാണെന്ന് തീരുമാനിക്കുന്ന ഒരു അളവുകോലായിട്ട് മാറുന്ന ആ പ്രവൃത്തി. ഇപ്പോൾ ഇവിടെ എന്താണ്ടാവും, ആങ്സൈറ്റി കൂടും. ആങ്സൈറ്റി കൂടി എന്താവുക, ഡിസിഷൻ തീരുമാനിക്കാനുള്ള ക്വാളിറ്റി കുറയും, നിരാശ. അതുകൊണ്ട് നിങ്ങളുടെ ലക്ഷ്യത്തോട് നിങ്ങൾ കമ്മിറ്റഡ് ആയിരിക്കണം, ഓക്കെ, നമ്മൾ പരമാവധി ചെയ്യണം. പക്ഷേ ഓരോ റിസൾട്ടും ഇതിന് കിട്ടുന്ന റിസൾട്ടാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തലക്ക് കെട്ടിവെക്കരുത്. ഈ പേഴ്സണൽ മെന്ററിംഗിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ജോലി എന്താണെന്ന് വെച്ചാൽ ഒരു മനുഷ്യനൊരു വലിയ ലക്ഷ്യം നൽകുക എന്നുള്ളതല്ല, ആ വലിയ ലക്ഷ്യത്തെ അയാളുടെ നെർവസ് സിസ്റ്റം അല്ലേ അതിന് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ആക്ഷനാക്കി മാറി. കാരണം അയാൾക്ക് വേണ്ടത് ചിലപ്പോൾ കൂടുതൽ മോട്ടിവേഷൻ ആയിരിക്കില്ല. കാരണം അയാൾ നെർവസ് സിസ്റ്റം സപ്പോർട്ട് ചെയ്യാത്തത്തോളം മോട്ടിവേഷൻ കണ്ട കാര്യമില്ല. അയാൾക്ക് വേണ്ടത് എന്താണ് എൻ്റെ നിയന്ത്രണത്തിലുള്ളത്, എന്താണ് എൻ്റെ നിയന്ത്രണത്തിൽ ഇല്ലാത്തത്, ഇന്ന് ഞാൻ എന്താ ചെയ്യേണ്ടത്. ഇങ്ങനെയൊക്കെ ശരിയാക്കി മനസ്സിലാക്കി കൊടുത്തൊരു നല്ല ക്ലാരിറ്റി കിട്ടും, അയാൾക്ക് നല്ലൊരു ക്ലാരിറ്റി കിട്ടും. ഇതാണ് പേഴ്സണൽ മെന്ററിങ്ങിൻ്റെ ബെനിഫിറ്റ്. അതായത് ശരിയായ പേഴ്സണൽ മെന്ററിങ്ങിൽ എന്താണ്ടാവത്തില്ല, വർഷങ്ങളെ ലാഭമാണ് കിട്ടുക. വേറൊരാൾ മോണിറ്റർ ചെയ്തിട്ട്, അറിയുന്ന ഒരാൾ മോണിറ്റർ ചെയ്തിട്ട് അയാൾ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുക എന്നുള്ള പെട്ടെന്ന് 10ൽ 1 സമയം മതി. അതായത് 10ൽ 1, 10 കൊല്ലം കൊണ്ട് നേടേണ്ട കാര്യം 1 കൊല്ലം കൊണ്ട് നേടാൻ പേഴ്സണൽ മെന്ററിങ്ങിനോട് സാധിക്കും. ഏതായാലും ഇന്ന് നമുക്ക് ഒരു പരിശീലനം നടത്താം. അത് നമ്മൾ കിടക്കുമ്പോഴോ യാത്ര ചെയ്യുമ്പോഴോ നിങ്ങൾ ഏറ്റവും കൂടുതൽ അലട്ടുന്ന ഒരു പ്രശ്നം മനസ്സിൽ കൊണ്ടുവരാം. എന്നിട്ട് അതിനോട് ഒരു ചോദ്യം മാത്രം ചോദിക്കുക, ഇതിലിപ്പോൾ എൻ്റെ നിയന്ത്രണത്തിൽ ഇതിപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന പണി എന്താ? അതിൻ്റെ ഉത്തരം കിട്ടിയാൽ അത് അവിടെ നിർത്താം. അതിന് ഉത്തരം കിട്ടിയാൽ അവിടെ നിർത്താം. പിന്നെ വേറെ ഒന്നും ചെയ്യണ്ട. കാരണം നിങ്ങളുടെ പവർ നിങ്ങളുടെ ഫലം പിടിച്ചു നിർത്തുന്നതിലല്ല, അതായത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടുത്ത ശരിയായ പ്രവൃത്തിയിൽ മുഴുവനായിട്ട് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ കാട് കയറി ചിന്തിക്കരുത് നിർത്തും. ഇവിടെ നമുക്കുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ ഈ മോട്ടിവേഷൻ. ഇപ്പം നമുക്കൊരു റിസൾട്ട്, അതായത് ഇപ്പം നമ്മൾ എന്ത് ചെയ്താലും അതിൻ്റെ റിസൾട്ട് എൻ്റെ നിയന്ത്രണത്തിലല്ല എന്നുള്ളൊരു പ്രശ്നം വന്നാലും ലക്ഷ്യത്തോടുള്ളൊരു ആവേശത്തിൽ നമുക്കതിൻ്റെ താല്പര്യമുണ്ടല്ലോ. അതായത് നമ്മളിപ്പോൾ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത് പൈസ കിട്ടാൻ വേണ്ടിയിട്ട്, വിജയിക്കാൻ വേണ്ടിയിട്ട്, പേരും പ്രശസ്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇവിടെയാണ് ഇന്ത്യൻ പുരാതന ചിന്തയിൽ അതിശക്തവും പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നതുമായ മറ്റൊരു ആശയം വരുന്നത് വൈരാഗ്യ. ഇപ്പം നമ്മൾ മനസ്സിലാക്കിയത് പൂർണ്ണമാണെങ്കിൽ ഇതും കൂടി കാണണം. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ എല്ലാം ഉപേക്ഷിക്കുക എന്നുള്ളതല്ല, ലക്ഷ്യം കൈവിടാതെ ലക്ഷ്യത്തിൻ്റെ അടിമയാകാതിരിക്കുക. അതായത് 1 ബില്യൺ നേടാനുള്ളൊരു തീ ഉണ്ടാവും നമ്മുടെ ഉള്ളിൽ, തകർന്നു പോകാത്ത മനസ്സ് വേണം. ഇതിപ്പോൾ എങ്ങനെയാണ് ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ രണ്ടും കൂടി ഒരുമിച്ച് നിലനിർത്തുക? ഇതേക്കുറിച്ചാണ് നമ്മൾ അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത്.